ഹായ് ഫ്രണ്ട്സ്, S3A PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ അതുകൂടി കാണുക. ഇന്ന് നോക്കുന്നത് 134/2017 തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കി പഠിക്കുക. നമുക്ക് നോക്കാം. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാശ്മീരാണ് നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സട്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ് പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി. ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേനാ ദിനം. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. മിസൈലാണ് പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗാ നദീതീരത്താണ് വാരണാസി. മൂളാർ തടാകം, അത് തെറ്റാണ്, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് വൂളാർ തടാകം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്താണ്? പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2010. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976-നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ കിട്ടാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിടക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2005-നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ലോക ഭൗമാ ദിനം എന്നാണ്? ലോക ഭൗമാ ദിനം ഏപ്രിൽ 22-നാണ് ലോക ഭൗമാ ദിനം. കേരളത്തിലെ കോൾ നിലയം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലയം. തൃശ്ശൂർ ജില്ല. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂറാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകളാണ് പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം
925 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം. 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കോട്ടൂറാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏതാണ്? ആനയാണ്. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആന. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 2002 കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ട്രിവാൻഡ്രമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം ഏതാണ്? റൂർക്കേലയാണ് ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ISRO രൂപീകൃതമായത് 1969. ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചാന്ദ്രയാനാണ്. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവം ചൗരി ചൗര സംഭവമാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ 2016 ചോദിച്ചത്. ചില്ലിയാണ് 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 2019 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ബ്രസീലാണ്. 2019 ബ്രസീൽ. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യയാണ്. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. 2022 ഫിഫ വേൾഡ് കപ്പ് വേദി ഖത്തറാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് വേദി ഖത്തറാണ്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു, വേണ്ട. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകയും തമിഴ്നാടും. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണ്? സിയാച്ചിനാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര.
അടുത്ത ഇംഗ്ലീഷ് ആണ്. ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി, ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി എന്താണ്, യു വിൽ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഈസിലി. ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി യു വിൽ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഈസി. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്, ആർ ഇൻ യു. യു ആർ മൈ ക്ലോസ് ഫ്രണ്ട്, ആർ ഇൻ യു. I dash already dash the railway station. I have already reached the railway station. I have already reached the railway station. We should respect and care our customers because they are our bread and butter. We should respect and care our customers because they are our bread and butter. Yoga is dash best exercise for our mind and body. Yoga is the best exercise for our mind and body. Choose the correct word from the following. Contemporary. ഏതാണ് സ്പെല്ലിംഗ്? CONTEMPORARY. Contemporary. It was very difficult for me to accept rewards for my service. It was very difficult for me to accept rewards for my service. We are planning a trekking trip dash Munnar dash our vacation. We are planning a trekking trip to Munnar during our vacation. We have reached the station. The players dash the playground. We have reached the station. The players had left the playground. After the security check, the flight took off. After the security check, the flight took off. The girl danced gracefully before the audience. Pick out the adverb from the sentence. Gracefully ആണ് adverb. Gracefully. The weather forecast predicts a cloudy day. Pick out an adjective from the above sentence. Cloudy ആണ് adjective. Cloudy ആണ് adjective. Choose a sentence that has an error in it. The children wants to play. Children want to play. The children wants to play എന്നുള്ളത് തെറ്റാണ്. Jhansi Rani was dash than any other queen in India. Jhansi Rani was stronger than any other queen in India. The police officer interrogated the accused person. Replace the underlined word with its synonym. The police officer എന്താണ്? Questioned ആണ്. Question. Interrogated means questioned. The event manager abused the staff after the program. Find out the antonym of the underlined word. Abused antonym praised ആണ്. Praised. The angry young man shouted, "Here we have a government by the officers." Choose an option which correctly matches the underlined part. A government by the officers, bureaucracy ആണ്. The government by the officers, bureaucracy. A dash flies gathered around the electric bulb in the evening. A swarm of flies. A swarm of flies gathered around the electric bulb in the evening. Shija dash a surprise gift by her friends tomorrow. Shija will be given a surprise gift by her friends tomorrow. Manoj asked Lakshmi, "Will you give me your notebook?" Choose the correct reported sentence if any from the following. Manoj asked Lakshmi whether she would give him her notebook. Manoj asked Lakshmi whether she would give him her notebook. Okay, അപ്പോൾ അടുത്ത് വരുന്നത് മാത്സ് ആണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 6:5 ആണ്. ആ ക്ലാസ്സിൽ 340 പെൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 340/5 × 11 ചെയ്താൽ മതി. 748 കിട്ടും. 748. 90/() ഡാഷ് ബൈ 49 എങ്കിൽ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യചിഹ്നത്തിൽ നമുക്ക് എക്സ് കൊടുക്കുകയാണെങ്കിൽ 90/(x) x/49 വരും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x² = 90 × 49. അതായത് 441 00 44100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് √44100 ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? 210 ആണ്. 210. ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ 18% കുറച്ചപ്പോൾ 410 കിട്ടി. സംഖ്യ എത്ര? 410/82 18% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 18 കുറയ്ക്കുക. അപ്പോൾ 82 × 100. അപ്പോൾ നമുക്ക് ആൻസർ 500 എന്ന് കിട്ടും. 2007 ജനുവരി 1 തിങ്കളെങ്കിൽ ഫെബ്രുവരി 1 ഏതാഴ്ചയായിരിക്കും? എളുപ്പമാണ്, വ്യാഴാഴ്ചയായിരിക്കും. അടുത്ത 8 × 45 ÷ 6 of 3 - 12. അത് PSC ക്യാൻസൽ ആക്കിയായിരുന്നു ആ ക്വസ്റ്റ്യൻ, അത് വേണ്ട.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് മാത്രം വ്യത്യസ്തമാണ്. ഏതാണ്? 31. 31 എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. 31 അഭാജ്യ സംഖ്യയാണ്. ഒരു സമചതുരത്തിൻ്റെ വികരണം 20 മീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം എത്ര? ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം തന്നിരുന്നാൽ വിസ്തീർണം കാണാൻ എന്താ ഫോർമുല? d²/2 ആണ്. ഡി എന്ന് പറയുന്ന ഡയഗണൽ അല്ലെങ്കിൽ വികരണമാണ്. d²/2. ഡി എന്ന് പറയുന്നത് 20 അപ്പോൾ 20² 400/2 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 200 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 200 മീറ്റർ സ്ക്വയർ. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 2, 2, 4, 6, 10. അപ്പോൾ 2 + 2 ആണ് 4. 2 + 2 ആണ് 4. 2 + 4 ആണ് അടുത്ത 6. അടുത്ത 4 + 6 ആണ് 10. അടുത്ത 10 + എന്താണ്? 6 + 10 ആണ് 16. 6 + 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 16. ഓക്കെ. അപ്പോൾ 2 + 2 4, 2 + 4 6, 4 + 6 10, 6 + 10 16. അടുത്ത 89 ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ വേണ്ട. അടുത്ത രാജൻ്റെയും അയാളുടെ അച്ഛൻ്റെയും വയസ്സുകൾ യഥാക്രമം 22ഉം 50ഉമാണ്. എത്ര വർഷം കഴിയുമ്പോൾ രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് അയാളുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും? നമുക്ക് ഡയറക്റ്റ് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് പോവാം. ആൻസർ എ എന്നാണ്. 6 എന്നാണ് കിട്ടുന്നത്. 6. എത്ര വർഷം കഴിയുമ്പോൾ രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് അയാളുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും എന്നാണ്. അപ്പോൾ 6 വർഷം കഴിയുമ്പോഴാണ്. 6 വർഷം കഴിയുമ്പോൾ രാജൻ്റെ വയസ്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 22 + 6 ആണ്. അതായത് 28 വരും. അച്ഛൻ്റെ വയസ്സ് 50 + 6 56 വരും. അല്ലേ? രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അടുത്ത് നോക്കാം. 91 8/27 2/3 ഡിവൈഡഡ് ബൈ 32 -2/5 ആണ്. അപ്പോൾ 8 നമുക്ക് എങ്ങനെ എഴുതാം? 2³ 2³ 2/3 3³ 2/3 എഴുതാം. ഡിവൈഡഡ് ബൈ 32 നമുക്ക് എഴുതാം 2/5 ആണ്. 2/5 -2/5 എന്ന് എഴുതാം. അപ്പോൾ 3 3 ക്യാൻസലായി പോകുമ്പോൾ 2² വരും. 3 3 ക്യാൻസലായി പോകും. ഡിവൈഡഡ് ബൈ 2⁻² എന്ന് വരും. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/3² 9 ആണ്. 4/9 2⁻² താഴെ പോകുമ്പോൾ 4/9 ഡിവൈഡ് ബൈ 1/4 വരും. ഓക്കെ. അപ്പോൾ തിരിച്ചിടുക. ഡിവൈഡ് വരുമ്പോൾ തിരിച്ചിടുമ്പോൾ എന്ത് വരും? 4/9 ഇൻറ്റു തിരിച്ച് 1/4 തിരിച്ചിടുമ്പോൾ 4/1 വരും. അപ്പോൾ 4 × 4 16. 16/9 എന്ന് കിട്ടും. 16/9. ഡി ആണ് ആൻസർ. ഒരാളെ നോക്കി ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ ഒരേയൊരു മകനാണ്. എങ്കിൽ സ്ത്രീ അയാളുടെ ആരാണ്? സ്ത്രീ അയാളുടെ അമ്മയാണ്. 13, x, 35 എന്നിവ ഒരു സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ സംഖ്യകളായാൽ x എത്ര? അതായത് A, B, C എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളാവുകയാണെങ്കിൽ B എന്ന് പറയുന്നത് എന്താണ്? B = A+C/2 ആണ്. പഠിക്കാം. A, B, C എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളായാൽ B = A+C/2 ആണ്. അപ്പോൾ 13, x 35 ആണ്. അപ്പോൾ x = എന്താണ്? 13 + 35/2 48/2 ആണ്. 24 എന്ന് കിട്ടും. 24. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ചെയ്ത് നോക്കിയാൽ മതി. എളുപ്പമാണ്. 3 - 15 ഡിവൈഡ് ബൈ 11 × 8 + 6 ആണ്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ 1 എന്ന് കിട്ടും. 1. അടുത്ത 1/8 ദശാംശ രൂപത്തിലാക്കുക. 1/8 ദശാംശ രൂപത്തിലാക്കുമ്പോൾ 0.125 എന്ന് കിട്ടും. 0.125 എന്ന് കിട്ടും. 1/8 ദശാംശ രൂപത്തിലാക്കുമ്പോൾ ഒരു ക്ലോക്ക് 10:10 എന്ന സമയം കാണിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? കോണളവ് കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. 30h - 11/2 m ആണ്. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h - 11/2 m. ഇവിടെ h എന്ന് പറയുന്നത് 10 ആണ്. m എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 30 × 10 - 11/2 × 10 ആണ്. 300 - 11 × 5 വരും. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 115 കിട്ടും. 115 ആണ് ആൻസർ വരിക. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 200 മീറ്റർ നീളത്തിലുള്ള പ്ലാറ്റ്ഫോം 35 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. ട്രെയിനിൻ്റെ വേഗത എത്രയാണ്? ഓക്കെ. ട്രെയിനിൻ്റെ വേഗത എത്രയാണ്? അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുമ്പോൾ 300 നിന്ന് 55 കുറയ്ക്കുമ്പോൾ 245 കിട്ടുമേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 150-നേക്കാളും മുകളിൽ വരുന്ന കോണുകളെയാണ് റിഫ്ലക്സ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 180-ന് മുകളിലാണ് നമ്മുടെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം? 160 നിന്ന് കുറച്ച് എഴുതുക. ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എത്രയാണ്? 180-നേക്കാളും മുകളിൽ വരികയാണെങ്കിൽ അപ്പോൾ അത് റിഫ്ലക്സ് ആംഗിൾസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 180-ന് മുകളിൽ വരുന്ന ഉത്തരം വന്നാൽ 360-ൽ നിന്ന് കുറച്ച് എഴുതണം. ഓക്കെ.
അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വേഗത എന്ന് പറയുന്നത് എന്താണ്? നീളം ബൈ സമയമാണ്. അപ്പോൾ 150 പ്ലസ് 200 ബൈ 35 എന്ന് കിട്ടും. അതായത് 350 ബൈ 35, അതായത് 10 എന്ന് കിട്ടും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 18 ബൈ 5 കൊണ്ട് ഗുണിക്കുക. അത് മറക്കരുത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ അവറിലേക്ക് ആക്കാൻ 18 ബൈ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ട് 10 എന്ന് കിട്ടും. ഇനി ആ 10ന് നമുക്ക് എന്തിലോട്ടാക്കണം? കിലോമീറ്റർ പെർ അവറിലോട്ടാക്കണം. 10 × 18 ബൈ 5 ചെയ്യുക. 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 36 കിലോമീറ്റർ പെർ അവർ. അടുത്ത് 12 143 ആണെങ്കിൽ 19 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 144 ആണ്. 144 മൈനസ് 1 ആണ് 143. അതുപോലെ 19ൻ്റെ സ്ക്വയർ, 19 സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ അതാന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. 19 സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ചെയ്യുമ്പോൾ 360 കിട്ടും. 12 സ്ക്വയർ മൈനസ് 1 ആണ് 143. 99 7ൻ്റെ ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി എത്രയെന്നാണ് ക്വസ്റ്റ്യനെ. 7ൻ്റെ ആദ്യ 35 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. SN ഈക്വൽസ് എന്താണ്? SN ഈക്വൽസ് n/2 2a പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഓക്കെ, SN ഈക്വൽസ് n/2 2a പ്ലസ് n-1 ഇൻറ്റു d. അതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ കൊടുക്കുക. ഇത് ക്വസ്റ്റ്യനിൽ കൊടുക്കുക. n എന്ന് പറയുന്നത് എണ്ണമാണ്, 35 ആണ്. a എന്ന് പറയുന്നത് ആദ്യ പദമാണ്, 7 ആണ്. d പൊതു വ്യത്യാസം 7 ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് തുക കിട്ടും. തുക എന്ന് പറയുന്നത് 4410 തുക കിട്ടും. നമുക്ക് ശരാശരി കാണാൻ എന്താണ്? തുക ബൈ എണ്ണമാണ്. അപ്പോൾ 4410 ബൈ എണ്ണം എന്ന് പറയുന്നത് 35 ആണ്. ചെയ്യുമ്പോൾ 126 കിട്ടും. 126. ഓക്കെ, അപ്പോൾ SN ഈക്വൽസ് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അത് പറക്കരുത്. അതാണ് തുക കാണാനുള്ള ഫോർമുല. ഹൈ എന്ന വാക്ക് കോഡ് ഉപയോഗിച്ച് 7867 എന്ന് എഴുതാമെങ്കിൽ ഫീഡ് എന്ന വാക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഹൈ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? 8ാമത്തെ നമ്പറാണ് H എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് H നിന്ന് 1 കുറച്ചേക്കാണ്. അപ്പോൾ 7 എന്ന് പറയുമ്പം -1 ആണ്. ഓക്കെ, -1 ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ I 9ാമത്തെ പദത്തിൽ നിന്ന് 1 കുറയ്ക്കുകയാണ്, അതാണ് 8. G എന്ന് പറയുമ്പോൾ 7ാം പദം, അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 6. H എന്ന് പറയുമ്പോൾ 8ാം പദം, അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 7. അപ്പോൾ സെയിം രീതിയിൽ ചെയ്താൽ മതി. FEED എന്ന് പറയുന്നത് 5443 എന്ന് കിട്ടും. B ആണ് ആൻസർ, 5443. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കേട്ട് പഠിക്കുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്